ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ലഞ്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ. അപ്പം നാടൻ ലഞ്ച് ഇഷ്ടപ്പെടാത്തവരാരും തന്നെ ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ഒരുപാട് ഭയങ്കര എന്താ പറയുക അടിപൊളി കറികളൊന്നും വേണ്ട. നമ്മുടെ സിമ്പിളായിട്ടുള്ള പല കറികളും ഉണ്ടെങ്കിലും എനിക്ക് ചോറ് ഒരുപാട് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, ഇന്ന കറി കൂട്ടിയേ ഞാൻ കഴിക്കുകയുള്ളൂ, ആ കറി ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയൊന്നും എനിക്ക് നിർബന്ധമില്ല കേട്ടോ. ഉപ്പ് കുറഞ്ഞാലും മുളക് കുറഞ്ഞാലും ഒക്കെ എനിക്ക് ഞാൻ കഴിക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ മോർണിംഗ് ഉണ്ടാക്കിയ കടലക്കറി കുറച്ച് മിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ അതെടുത്ത് നമ്മുടെ ടേബിളിലോട്ട് ഉണ്ടങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം പാത്രങ്ങളെല്ലാം എനിക്കൊന്ന് വാഷ് ചെയ്ത് വെക്കണം. പിന്നെ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ട ഇതുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ സവാളയുടെയൊക്കെ ഈ തൊലിയൊക്കെ ആയാലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കും കേട്ടോ. ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ പ്രോബ്ലമാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വിചാരിച്ചു അടുക്കള എപ്പോഴും ക്ലീനായിട്ട് കിടന്നാൽ നമുക്കൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റാണ്. എന്ത് കുക്ക് ചെയ്യാനായിട്ടാലും എനിക്ക് എവിടെ നിന്ന് എനർജി വരിക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതേസമയം വൃത്തികേടായിട്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും, സത്യം പറയാലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഹാപ്പിനെസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും അടുക്കളയിലാണ് കേട്ടോ. അപ്പം ഞാൻ മാക്സിമം അത് ക്ലീൻ ചെയ്തൊക്കെ വെക്കാൻ നോക്കും. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ സമയം കിട്ടുന്ന പോലെ ഞാൻ ഇപ്പം പാത്രങ്ങളായാലും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ഇന്ന് ഫുഡ് ഉണ്ടാക്കുക, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇന്ന്. അപ്പം ഹസ്ബൻഡാണെങ്കിൽ ജോലിക്ക് പോയി. അപ്പം എന്തായാലും നമുക്ക് വലിയ വിഭവങ്ങളൊന്നും ഉണ്ടാക്കണ്ട, എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്ന കറികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുതിൽ ഒരുപാട് എൻ്റെ മൈൻഡിൽ ടച്ച് ചെയ്തിട്ടുള്ള കറികളാണ് കേട്ടോ. അപ്പം പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു ടേസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. കാരണം എൻ്റെ അമ്മൂമ്മ അവരൊക്കെ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ടേസ്റ്റുകളൊന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ നമുക്ക് എന്നാലും ആ ഒരു പഴയകാല ഓർമ്മകളിലോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതാണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു തക്കാളി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് കേട്ടോ. ഇത് മെഴുക്ക് പുരട്ടി എന്ന് തന്നെയാണോ ഇതിന് പറയുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനിതിനിട്ടിരിക്കുന്ന പേര് മെഴുക്ക് പുരട്ടി എന്നാട്ടോ. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പണ്ട് ഞാൻ ഈ കറി കഴിച്ചപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ കറി കൂട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുട്ടിൻ്റെ കൂടെയും ഒക്കെ ആട്ടോ. എൻ്റെ അകത്ത് ഇങ്ങനെ മസാലയൊക്കെ ചേർത്തിട്ടിട്ടുണ്ട്. പിന്നെ വെറുതെ ഇങ്ങനെ തക്കാളി ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി അങ്ങനെയും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ടച്ച്, അന്ന് ആ ഒരു ടേസ്റ്റിൻ്റെ വിലയൊന്നും മനസ്സിലായിട്ടില്ല, അതിനുള്ള പ്രായമൊന്നും അല്ല. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ ടേസ്റ്റൊക്കെ എന്ത് അടിപൊളിയായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്ന ആ കറികളുടെ ടേസ്റ്റേ. അപ്പോൾ ഞാനപ്പം ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പയിലോട്ട് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ എണ്ണയും ഒഴിച്ച് കൊടുത്തു. എണ്ണ എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്, ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്ന കാരണം അതൊക്കെ ഒന്ന് ഈ പാത്രത്തിലാക്കാൻ കുറച്ച് പാടുപെടും കേട്ടോ ഞാൻ. അതിനുശേഷം ഞാൻ സവാളയും നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് അതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സ്പൂണ് മാറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അത് ഇച്ചിരി പ്ലാസ്റ്റിക്കിൻ്റെ ഇതാട്ടോ. അപ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എനിക്കൊരു പേടി, അതുകൊണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമ്മുടെ തക്കാളി മെഴുക്കുരുട്ടി ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട്. അപ്പം അതും കൂടി ഞാൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു ഇത്. എനിക്ക് അറിയില്ല എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കിതൊരു ഫേവറേറ്റ് വൺ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം കറി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കറിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കാണെങ്കിൽ ഈ പച്ചമുളക് ഉണ്ടല്ലോ, എനിക്ക് പച്ചമുളക് ചോറിൻ്റെ അകത്ത് തിരുമ്മി കഴിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. അത് എന്ത് കറി ആയാലും എനിക്ക് പച്ചമുളകും കറിവേപ്പിലയും എനിക്ക് ചോറിൽ അത് അതിൽ നിന്ന് എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അതുകൊണ്ട് ഞാൻ മിക്ക കറിക്കകത്തും എന്തെങ്കിലും ഈ 2 ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇടാറുണ്ട് കേട്ടോ. ഇനി ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇടിയൻ കല്ലിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ടാണെങ്കിൽ ഞാൻ കുറച്ച് സവാളയും പച്ചമുളകും ഒരല്പം കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പൊടി അതുകൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് അപ്പം തേങ്ങാപ്പൊടി നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ, കാരണം എനിക്ക് വേണ്ടി മാത്രമായിട്ട് കുറേ ഉണ്ടാക്കി കളയാനൊന്നും വയ്യ, ഒരുപാട് കഴിക്കാനും വയ്യ. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മുടെ എന്താ പറയുക വാളംപുളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക കേട്ടോ. അങ്ങനെ അതൊരു പരുവായി കഴിഞ്ഞിട്ട് നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അതൊരല്പം ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് എരിവ് കാണും, അതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഞാൻ ഇടുന്നില്ല കേട്ടോ. പിന്നെ ഉപ്പും, സത്യം പറഞ്ഞാൽ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി കേട്ടോ, പിന്നെ ഞാൻ ഓർത്തത്. എന്തായാലും ഉപ്പും കൂടി ഇട്ട് ചെറുതായിട്ട് ഒന്നുകൂടി ചതച്ചെടുത്ത് നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ എൻ്റെ അമ്മോ എന്തൊരു ഹാപ്പി ആയിരുന്നു എന്നറിയാമോ. എനിക്കറിഞ്ഞൂടെ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ ഈ കറികളൊക്കെ കൂട്ടി കഴിക്കാൻ നേരത്ത്. അപ്പം അതും റെഡി. ഇനി ഞാൻ എന്തുണ്ടാക്കും? സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മുട്ട എടുത്ത് അങ്ങ് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിനായിട്ട് മുട്ട, ഇതിൽ ഞാൻ പ്രത്യേകിച്ച് എന്താ പറയുക അറ്റകുറ്റപ്പണികളൊന്നും ചെയ്യുന്നില്ല. ഇതിൽ കുറച്ച് സവാള അരിഞ്ഞിടുന്നുണ്ട്, അത്രയും ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഇത് ഉപ്പിടാൻ മറക്കാൻ പാടില്ലല്ലോ, അപ്പം അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ചില്ലി ഫ്ലെക്സ്, ഞാൻ നേരത്തെ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില്ലി ഫ്ലെക്സ് ഇല്ലാണ്ട് എനിക്കൊരു പരിപാടിയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ അത് തീരുന്നവരെ എൻ്റെ കറികളിൽ അത് തന്നെയായിരിക്കും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഉണക്കമുളകും ഇതുപോലെ ചില്ലി ഫ്ലെക്സും ഒക്കെ കേട്ടോ. മുളക് ഒരുപാട് നമ്മൾ കഴിക്കാൻ പാടില്ല എന്നറിയാമെങ്കിൽ കൂടിയും, പക്ഷെ എന്തോ മുളകിനോട് ഭയങ്കര ക്രേവിങ്ങാണ് എനിക്ക്. മുളക് ചാലിച്ചൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ക്രേവിങ്. അതുപോലെ പച്ചമുളക്, കാന്താരി മുളക് അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഴിക്കും കേട്ടോ. അതിപ്പോൾ കറിക്കകത്ത് കിടന്നയായാലും പച്ചയ്ക്ക് കിട്ടിയാലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. മോരിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ മുളക് കരിഞ്ഞൊക്കെ കഴിക്കാനായിട്ട് അത് ചവച്ച് ഞാൻ കഴിക്കും. അതുപോലെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എന്താ എൻ്റെ കാരണമൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട പൊരിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ അതിവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് നമുക്കൊരു കറി പ്ലാൻ ചെയ്യണം. അപ്പം എന്താ ഉണ്ടാക്കുമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഇരുന്നപ്പോഴത്തേക്ക് ഓൾ ഇൻ ഓൾ എൻ്റെ ഒരു ഫേവറേറ്റ് കറി, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ഫേവറേറ്റ് കറിയുണ്ട് കേട്ടോ, മുളക് ചാലിച്ചത്. അപ്പോൾ പിന്നെ അതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചോറ് കഴിക്കും. ഞാൻ നേരത്തെ എവിടേക്കോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ അങ്ങനെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണയും പിന്നെ നമ്മുടെ ചില്ലി ഫ്ലെക്സും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ അഡിക്റ്റഡ് ആണ് ഞാനെന്ന്, പിന്നെയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ലഞ്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ തക്കാളി മെഴുക്ക് പുരട്ടിയും മോർണിംഗിലെ കടലക്കറി എന്ന് പറയാൻ പറ്റില്ല, റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ തേങ്ങ ചമ്മന്തിയും, പിന്നെന്താ നമ്മുടെ ഒരടിപൊളി നമ്മുടെ മുട്ട പൊരിച്ചതും, പിന്നെ എൻ്റെ ഫേവറേറ്റ് മുളക് ചാലിച്ചതും കേട്ടോ. ഇതെല്ലാം കൂടി കൂട്ടിയാട്ടോ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്. പറയാണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. ഒരുപാട് നാളിന് ശേഷം കേട്ടോ ഞാൻ ഇങ്ങനൊരു ലഞ്ച് കഴിക്കുന്നത്. ഒരുപാട് നോൺ വെജ് ഐറ്റംസൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് എനിക്കൊരു ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ലഞ്ചായിരുന്നു.